വെൽക്കം ടു ടെക് ടോക്ക് ബൈ ഷർഫു. സ്വന്തമായി ഒരു വീട് വെക്കാൻ സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ? അതോ ഒരു ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന രേഖയുണ്ട്, എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ്. എന്താണ് ഈ എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് അഥവാ കുടിക്കിട സർട്ടിഫിക്കറ്റ്? ഒരു വസ്തുവിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് എല്ലാ ഇടപാടുകളും രേഖപ്പെടുത്തുന്ന ഒരു സാക്ഷ്യപത്രമാണ് ഇത് ആ വസ്തുവിന്മേൽ യാതൊരുവിധ ബാധ്യതയും ഇല്ലെന്ന് ഉറപ്പാക്കാൻ സഹായിക്കുന്ന ഒരു രേഖ കൂടിയാണ്. എന്തിനാണ് ഈ എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരുന്നത് എന്ന് നോക്കാം. ഒരു വസ്തു വാങ്ങുമ്പോൾ അതിന്മേൽ നിലവിൽ എന്തെങ്കിലും ബാധ്യതകളുണ്ടോ എന്ന് മനസ്സിലാക്കാനും, അതുപോലെ ഒരു ഭവന വായ്പയ്ക്ക് ബാങ്കിൽ ലോണിന് വേണ്ടി അപേക്ഷിക്കുമ്പോഴും, അതല്ലെങ്കിൽ വസ്തുവിന്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിന്, അതായത് പോക്കുവരവ് ചെയ്യുന്നതിന്, അതല്ലെങ്കിൽ കെട്ടിട നിർമ്മാണ അനുമതിക്ക് അപേക്ഷിക്കുമ്പോഴും ഈ എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമായ രേഖയാണ്. ഇനി എങ്ങനെയാണ് കുടിക്കിട സർട്ടിഫിക്കറ്റിന് അപേക്ഷ സമർപ്പിക്കുന്നത് എന്ന് നോക്കാം. നിങ്ങളുടെ കൈവശമുള്ള ആധാരത്തിന്റെയും ലാൻഡ് ടാക്സിന്റെയും പകർപ്പുമായി നിങ്ങളുടെ അടുത്തുള്ള CSE കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് പോർട്ടൽ വഴിയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഏത് കാലയളവിലെ വിവരങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് അപേക്ഷയിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റ് ഓൺലൈനായി തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അടുത്ത ടെക് ടോക്കുമായി വീണ്ടും കാണാം. ബൈ.